Hi all, welcome back to Learning Planet. In our last segment we were discussing about framing questions, and now let's do some more activities. എല്ലാവർക്കും നമ്മുടെ പുതിയ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായി കാണുക. ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിന്ന് പുതിയ ചോദ്യങ്ങൾ, കൂടുതൽ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്യാത്ത ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അത് പല ടെൻസുകളിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒരാൾ പതിവായി ചോദിക്കുന്ന ചോദ്യവും സംഭവിച്ചു കഴിഞ്ഞ ചോദ്യവും തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്, ഏത് ടെൻസുകളാണ് അതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഗ്രാമർ നേരിട്ട് പഠിക്കുന്നില്ലെങ്കിലും ഇതിലെല്ലാം നമ്മൾ ഗ്രാമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് തെറ്റുകൂടാതെ സംസാരിക്കാനും തെറ്റുകൂടാതെ എഴുതാനും ഈ ഒരു പാക്കേജ് ബിഗിനേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായി ശ്രദ്ധിക്കുക, സംശയങ്ങളൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡൗട്ട്സും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നമ്മളിന്ന് ഹൗ ലോങ് എന്നുപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യുകയാണ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എത്ര കാലം, എത്ര നേരം. എത്ര കാലമെന്നോ എത്ര നേരമെന്നാണ് ഇതിന് ദൂരവുമായിട്ടോ ലെങ്ത്തുമായിട്ടോ നീളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? എത്ര കാലമായി നിങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു? എത്ര കാലമായി നിങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനൊരു ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 3 years. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 3 years. ഞാനിവിടെ 3 വർഷമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല, ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം ഇദ്ദേഹം ഈ ജോലി ആരംഭിച്ചത് ഏതാണ്ട് ഒരു 3 വർഷം മുമ്പാണ്. ഇപ്പോഴും അദ്ദേഹം ആ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റിലെത്തിയത്, അപ്പോൾ പാസ്റ്റിലാണ് അദ്ദേഹം ജോലി തുടങ്ങിയത്. ഇപ്പോഴും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അദ്ദേഹം ആ ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2-3 ടെൻസുകളിലേക്ക് ഇത് കവർ ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ കാലത്ത് തുടങ്ങി, ഇപ്പോഴും തുടരുന്നു, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലെത്തി, ഇനി അത് ഫ്യൂച്ചറിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഹിയർ ആൻ ആക്ഷൻ വിച്ച് ബിഗിൻസ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ദ സെയിം ആക്ഷൻ വിച്ച് കണ്ടിന്യൂസ് ത്രൂ ദ പ്രസൻറ്റ് ടു ദ ഫ്യൂച്ചർ. അതായത് പാസ്റ്റ് തുടങ്ങി പ്രസൻറ്റിലൂടെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ആ ഉത്തരം കേൾക്കുമ്പോൾ അറിയാം, അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് 3 വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിർത്താനുള്ള പ്ലാനുകളൊന്നും ഇല്ല. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2022. ഞാൻ 2022 മുതൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഡ്യൂറേഷന്, ഒരു കാലയളവിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ചേർക്കുമ്പോൾ ഒരു പീരീഡിനെ കാണിക്കും, ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെ കാണിക്കും. 2022 മുതൽ ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 വർഷമായി. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നൊരു ടെൻസാണ്. ഇതിൽ യു വരുന്നതുകൊണ്ടാണ് നമ്മൾ ഹാവ് ചേർത്തത്. ഇവിടെ ഷീ എന്നായിരുന്നു വിചാരിക്കുക, ഹാസ് ഷീ ബീൻ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. ഞാനൊരു ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അവൻ ഒരു ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹി ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ഡ്രൈവർ. ഹി ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ സെയിൽസ്മാൻ. ദാറ്റ് പേഴ്സൺ ഹാസ് ബീൻ വർക്കിംഗ് അബ്രോഡ് ഫോർ ദ ലാസ്റ്റ് 10 years. ആ വ്യക്തി വിദേശത്ത് 10 വർഷമായി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. ഇതിന് എത്രത്തോളം കാലം ഇത് തുറന്നുകൊണ്ടിരിക്കുമെന്നൊന്നും സൂചിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നും, ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസൻറ്റ്, അറ്റ് ദിസ് മൊമെൻറ്റ് ഐ ആം വർക്കിംഗ്, ഇങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾസും കൂടെ നോക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾസ് നോക്കാം. ഷാജി ഹാസ് ബീൻ റണ്ണിങ് ദ ഷോപ്പ് അറ്റ് മഞ്ചേരി. ഷാജി മഞ്ചേരിയിൽ ഷോപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പം അതൊരു കുറച്ച് മുമ്പ് തുടങ്ങി. അതിൽ കുറേ ഭൂതകാലത്തിൽ ഏതോ ഒരു സമയത്ത്, കഴിഞ്ഞ കാലത്ത് എപ്പോഴോ തുടങ്ങിയിട്ട് ഇപ്പോഴും അയാൾ ആ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആൾ ഇനിയും ആ ഷോപ്പ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മൾ ഇത് പറയുക. അതിൽ കുറേ കാലങ്ങളായിട്ട്
മഞ്ചേരിയിൽ കട നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ശബ്ദം കേട്ടിട്ട് അല്ലേ, ഐ ക്യാൻ ഹിയർ യു, ആക്ച്വലി വാട്ട്സ് ഹാപ്പനിങ് ദാറ്റ്, ഇറ്റ്സ് റെയിനിങ്, ഇറ്റ് ഈസ് റെയിനിങ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാതിരിയല്ല, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ എ ലോങ് ടൈം. കുറേ നേരമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് നമ്മളതിന് മനസ്സിലാക്കേണ്ട, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഇൻ ദ പാസ്റ്റ്. അതായത് കുറേ മുമ്പാണ്, അല്ലെങ്കിൽ ഭൂതകാലത്തിലാണ്, കഴിഞ്ഞ സമയത്താണ് തുടങ്ങിയത്. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് റെയിനിങ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു റെയിൻ. മഴ തുടരും. അപ്പോൾ ഒരു പാസ്റ്റും ഒരു പ്രസൻറ്റും ഒരു ഫ്യൂച്ചറും എല്ലാം ചേർന്നതാണ് ഈ ടെൻസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ, ഒരാൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നെങ്കിൽ ഹാസ് ബീൻ ചേർക്കുക. ഒന്നിലധികം പേര് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ ചേർക്കുക. ഐ വരുമ്പോഴും ഹാവ് ബീൻ ചേർക്കുക. അപ്പോൾ ഒന്നിലധികം പേര് എന്ത് വന്നാലും ഐ ഉൾപ്പെടെ പ്ലൂറലായിട്ടുള്ള ഏത് സബ്ജക്റ്റ് വന്നാലും ഹാവ് ബീൻ എന്നും, ഒരാൾ മാത്രമുള്ള സിംഗുലറായിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ഹാസ് ബീനും ചേർത്ത് ING ചേർത്ത് കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഷാജി ഈ കട നടത്തിക്കൊണ്ടേയിരിക്കുന്നു മഞ്ചേരിയിൽ. അപ്പം നമുക്ക് അടുത്ത ഒരു സെൻറ്റൻസോടെ നോക്കാം. റാണി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് റാണി ബസ് കാത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സാധാരണ ബസ് കാത്തുന്ന ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം നടക്കുന്നു. അപ്പോൾ 2 മണിക്കൂറായിട്ട് കാത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ കാത്തുനിൽപ്പ് തുടരുന്നു. കുറച്ച് മുമ്പ് തുടങ്ങിയത് 2 മണിക്കൂർ മുമ്പ് തുടങ്ങി, ഇപ്പോഴും ബസ് വന്നിട്ടില്ല. ഇനിയും ചിലപ്പോൾ കുറച്ച് നേരം കൂടെ വേണ്ടി വരും. അപ്പോൾ പാസ്റ്റ് തുടങ്ങിയ കാത്തിരിപ്പാണ്. ഇപ്പോൾ പ്രസൻറ്റിലും ആൾ കാത്തിരിക്കുന്നു. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ഈ സമയത്തും അവർ കാത്തിരിക്കുന്നു. ഇനിയും ചിലപ്പോൾ കുറച്ച് സമയം കൂടെ കാത്തിരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ പറയുക. സോ റാണി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. റാണി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. ഇനി നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്. ഈ ആൻസറിന് എന്ത് ചോദ്യമാണ് വന്നത്? ഈ സ്ഥലമാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? വേർ എന്ന് വരും. പക്ഷേ ഇവിടെ 2 ഓക്സിലറീസ് വന്നതുകൊണ്ട് ഈ ഷാജി എന്നുള്ളതിൻ്റെ നടുക്ക് നമ്മൾ കൊണ്ടുവന്ന് ചേർക്കും. സോ വേർ ഹാസ് ഷാജി ബീൻ റണ്ണിങ് ദ ഷോപ്പ്? വേർ ഹാസ് ഷാജി ബീൻ റണ്ണിങ് ദ ഷോപ്പ്? റൺ എന്നതിന് ഓടുക എന്നതിനപ്പുറത്തേക്ക് റൺ എന്നതിന് നമ്മൾ റൺ എ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. റൺ എ ഷോപ്പ് അങ്ങനെ ഒരു അർത്ഥത്തിൽ വരും. നോസ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ മൂക്കൊലിക്കുന്നതിനൊക്കെ നമ്മൾ നോസ് റണ്ണിങ് എന്ന് പറയും. അപ്പോൾ ആ തരത്തിലൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു കൊളോക്കിയലായിട്ടൊക്കെ നമുക്ക് നോസ് റണ്ണിങ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ റൺ വിത്ത് ടെമ്പറേച്ചർ എന്നൊക്കെ പറയും. റൺ വിത്ത് ടെമ്പറേച്ചർ. ഇപ്പോൾ പനിയൊക്കെ ആണെങ്കിൽ ഐ ആം റണ്ണിങ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ പനിയും കൊണ്ട് ഓടുക എന്നൊന്നുമല്ല, എനിക്ക് പനിയാണെന്നാണ്. ഐ ആം ഹാവിങ് ഫീവർ, ഐ എം സഫറിങ് ഫ്രം ഫീവർ എന്നൊക്കെ പറയുന്നതിന് പകരം ഐ ആം റണ്ണിങ് വിത്ത് ടെമ്പറേച്ചർ. ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സോ വേർ ഹാസ് ഷാജി ബീൻ റണ്ണിങ് ദ ഷോപ്പ്? എവിടെയാണ് ഷാജി ഈ ഷോപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്? ഷാജി ഹാസ് ബീൻ റണ്ണിങ് ദ ഷോപ്പ് അറ്റ് മഞ്ചേരി. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മളങ്ങനെ പറഞ്ഞു. ഇനി റാണി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. റാണി ബസ് കാത്തുനിൽക്കാൻ തുടങ്ങി കുറേ നേരമായി. 2 മണിക്കൂറായി റാണി ബസ് കാത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എത്ര നേരമായി റാണി ബസ് കാത്തുകൊണ്ടേയിരിക്കുന്നു? അപ്പോൾ നോക്കാം. ഹൗ ലോങ് ഹാസ് റാണി ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്? ഹൗ ലോങ് ഹാസ് റാണി ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്? ആ ബസ് എത്ര നേരമായി റാണി ബസ് കാത്തുകൊണ്ടേയിരിക്കുന്നു? സോ റാണി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. ഷി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. ഓക്കെ, നമുക്ക് ഇനി 1-2 ചോദ്യങ്ങൾ മലയാളത്തിൽ എഴുതാം. നിങ്ങളതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. നമുക്കിനി അടുത്ത ഈ 2 ചോദ്യങ്ങൾ എങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. അവൾ എന്താണ് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്? കുറേ നേരമായിട്ട് അവൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക. എന്താണ് അവളിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ എന്ത് എന്നതാണ് നമ്മുടെ ചോദ്യം ഉണ്ടാക്കേണ്ട വാക്ക്. അപ്പോൾ നമ്മളിവിടെ എഴുതി വാട്ട്. അപ്പോൾ എന്ത്. ഇനി അവൾ എന്നുള്ളത് നോക്ക്, നമ്മൾ ഷീ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അതിനപ്പുറം ഇപ്പുറമായിരിക്കും ഹാസ് ബീൻ വരിക. തുറന്നുകൊണ്ടേയിരിക്കുന്നു പറയുമ്പോൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന് പറയും. ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വാട്ട് ഹാസ് ഷീ ബീൻ എന്താണ് ചെയ്യുന്നത്? എഴുതുക. വാട്ട് ഹാസ് ഷീ ബീൻ റൈറ്റിംഗ്? വാട്ട് ഹാസ് ഷീ ബീൻ റൈറ്റിംഗ്? അവൾ എന്താണ് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്? ഷീ ഹാസ് ബീൻ റൈറ്റിംഗ്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ സ്റ്റോറി. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ. എന്താണ് എഴുതുന്നത് അതെല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓക്കെ, സോ വാട്ട് ഹാസ് ഷീ ബീൻ റൈറ്റിംഗ് ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇനി അടുത്തത് നോക്കാം.
നീ എവിടെയാണ് താമസിച്ചുകൊണ്ടേയിരിക്കുന്നത്? കുറേ കാലമായിട്ട് പുറത്താണ്, നീ എവിടെയാണ് താമസിച്ചുകൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ നമ്മൾ എവിടെ എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്, എവിടെ. അപ്പോൾ വേർ. നീ എന്നത് നോക്കുക, നമ്മളെപ്പോഴും യു എന്നാണ് എഴുതുക അല്ലേ, യു എന്നാണ് എഴുതുക. അപ്പോൾ യു എന്നുള്ളതിന് അപ്പുറം യു ബഹുവചനമാണ്, പ്ലൂറലാണ്. വി, യു, അതേപോലെ തന്നെ ദേ, ഇതെല്ലാം പ്രോനൗൺസ് പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഐ എപ്പോഴും നമ്മൾ നോക്കുക പ്ലൂറലായിട്ട് കണക്കാക്കണം, പ്രസൻറ്റിൽ പ്രത്യേകിച്ചും അല്ലേ. പ്രസൻറ്റ് കണ്ടിന്യൂസിന് സെപ്പറേറ്റ് ഓക്സിലറി, ബാക്കിയെല്ലാം പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നോക്കാം, വേർ ഹാവ് യു ബീൻ സ്റ്റേയിങ്, വേർ ഹാവ് യു ബീൻ സ്റ്റേയിങ്. അപ്പോൾ ആ സ്ഥലമാണ് പറയുക, ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ, ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് ബാംഗ്ലൂർ ആർ യു സ്റ്റേയിങ്, അത് വേറെ ടെൻസിലാണ്. ബാംഗ്ലൂരിൽ ഏത് ഭാഗത്താണ് സ്റ്റേ ചെയ്തത്? അപ്പോൾ അതിങ്ങനെ പ്രസൻറ്റിൽ ചോദിച്ചു നമ്മൾ. അപ്പോൾ ആൾ പറയാം, ഐ എം സ്റ്റേയിങ് ഇൻ ഇലക്ട്രോണിക് സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ ടെൻസ് തന്നെ പറയാം, ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ഇലക്ട്രോണിക് സിറ്റി, ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ കോർമംഗല. ഇങ്ങനെയുള്ള അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കാര്യം. ഇനി നമുക്ക് ഇതിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി അത് കമൻറ്റ് ബോക്സിലിടുക. രോഹിത് ശർമ്മ എത്ര കാലമായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു? ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഉത്തരം എത്ര വർഷം എന്ന ഉത്തരമല്ല. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക? രോഹിത് ശർമ്മ എത്ര കാലം, അപ്പോൾ എത്ര കാലമായി എന്ന് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അദ്ദേഹം ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ക്യാപ്റ്റനിങ് എന്ന് പറയാം, ലീഡിങ് ആസ് എ ക്യാപ്റ്റൻ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. എത്ര വർഷമായിട്ട് അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഇന്ത്യൻ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു, ലീഡിങ് ആസ് എ ക്യാപ്റ്റൻ ഓർ ക്യാപ്റ്റനിങ്, അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തോ ആവട്ടെ, നിങ്ങൾ ഈ ഒരു കാര്യം, രോഹിത് ശർമ്മ എത്ര കാലമായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് മാത്രം നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ എല്ലാവരും അതിൻ്റെ ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ബോക്സിലിടുക. സംശയമുള്ളവർ അടുത്ത ക്ലാസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് ഈ സെഗ്മെൻ്റ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.